സോഷ്യൽ കോഗ്നിഷൻ. ആ നമ്മളെ തന്നെ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അതാണ് ചോദ്യം. അപ്പോൾ ഈ ആട്രിബ്യൂഷൻ തിയറി, സോഷ്യൽ കമ്പാരിസൺ, പിന്നെ സെൽഫ് പെർസെപ്ഷൻ, ഈ ആശയങ്ങളൊക്കെ വെച്ച് നമുക്കിതൊന്ന് നോക്കാം. ശരിയാണ്. നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു, നമ്മുടെ കഴിവ്, നമ്മുടെ വികാരങ്ങൾ, ഇതൊക്കെ എങ്ങനെയാ വിലയിരുത്തുന്നത്? ഇതൊക്കെ സോഷ്യൽ സൈക്കോളജി എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാ. അതെ. അപ്പോ ഈ നോട്ടുകളില് ഹൈഡർ, വെയ്നർ, ഫെസ്റ്റിംഗർ, ബേം ഇവരുടെയൊക്കെ തിയറികൾ വെച്ചാണ് നമ്മളിതിന് ഉത്തരം കണ്ടെത്താൻ പോകുന്നത്. നമ്മളെ മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന പോലെ തന്നെ സ്വയം മനസ്സിലാക്കുന്നതിലും കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ച. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആട്രിബ്യൂഷൻ തിയറി വെച്ച് തുടങ്ങാം. ഈ ഹൈഡറും വൈനറും ഒക്കെ ഇതിൽ വരുന്നുണ്ടല്ലോ. നമ്മളെന്തിനാ എപ്പോഴും ഈ കാരണങ്ങൾ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്നത്? അയാൾ എന്തിനങ്ങനെ ചെയ്തു, എനിക്കെന്തെങ്ങനെ വന്നേ? ഈ ചിന്തയുടെ പിന്നിലെന്താണ്? അതൊരു അടിസ്ഥാനപരമായ മനുഷ്യ സ്വഭാവമാണ്. നമുക്കു ചുറ്റുമുള്ള ലോകം കുറച്ചെങ്കിലും പ്രെഡിക്റ്റബിൾ ആകണം, നമുക്കൊരു നിയന്ത്രണമുണ്ടെന്ന് തോന്നണം. ശരിയാണ്. അതിന് ഈ സംഭവങ്ങളുടെയൊക്കെ കാരണമറിയേണ്ടത് അത്യാവശ്യമാ. ഇതിനെയാണ് നമ്മൾ ആട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഒരു കാര്യം നടക്കുമ്പോൾ അതിന്റെ കാരണം കണ്ടെത്താനുള്ള ഒരു ശ്രമം. നിങ്ങളുടെ ഈ മെറ്റീരിയലില് ബേർണാഡ് വെയ്നറുടെ തിയറി പറയുന്നുണ്ട്. അത് ഈ കാരണങ്ങളെ തരംതിരിക്കാൻ സഹായിക്കുന്ന ഒരു 3 അളവുകോലുകളെക്കുറിച്ച്, മാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ 3 ഡയമെൻഷൻസ് അതൊന്ന് വിശദമാക്കാവോ? ചിലപ്പോൾ ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പറയാം. ഒന്നാമത്തത് ലോക്കസ് ഓഫ് കൺട്രോൾ. ഓക്കെ. അതായത് കാരണം എന്റെ ഉള്ളിലാണോ, ഇന്റേണൽ, എന്റെ കഴിവ്, എന്റെ സ്വഭാവം, ഞാനെടുത്ത എഫേർട്ട്, അതോ പുറത്താണോ, എക്സ്റ്റേണൽ, സാഹചര്യം, ഭാഗ്യം, മറ്റൊരാളുടെ ഇടപെടൽ? ശരി. രണ്ടാമത്തേത് സ്റ്റെബിലിറ്റി, സ്ഥിരത. കാരണം സ്ഥിരമായിട്ടുള്ള ഒന്നാണോ എന്റെ കഴിവ് പോലെ, അതോ ഇടയ്ക്കിടെ മാറുന്ന ഒന്നാണോ എന്റെ അന്നത്തെ മൂഡ് അല്ലെങ്കിൽ ഭാഗ്യം പോലെ? അൺസ്റ്റേബിൾ. അതെ, അൺസ്റ്റേബിൾ. മൂന്നാമത്തേത് കൺട്രോളബിലിറ്റി, നിയന്ത്രിക്കാൻ പറ്റുന്നത്. ആ കാരണത്തെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഞാൻ എത്ര പരിശ്രമിക്കുന്നു എന്നതുപോലെ. അതോ എന്റെ കൺട്രോളിൽ അല്ലാത്ത കാര്യമാണോ? പരീക്ഷയുടെ ചോദ്യം അല്ലെങ്കിൽ കാലാവസ്ഥ പോലെ. മനസ്സിലായി. അപ്പോൾ ഞാനൊരു പരീക്ഷ ജയിച്ചു എന്ന് വെക്കുക. ഈ പറഞ്ഞ മാനങ്ങൾ വെച്ച് എങ്ങനെ കാരണങ്ങൾ പറയാം? ഞാൻ നന്നായി പഠിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇന്റേണലാണ്, ഒരു പരിധിവരെ കൺട്രോളബിൾ ആണ്. പക്ഷേ ആ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള പഠിത്തം എന്ന രീതിയിൽ അൺസ്റ്റേബിൾ ആകാം. ശരിയാണ്. അതേസമയം എനിക്ക് നല്ല ബുദ്ധിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞാലോ, അത് ഇന്റേണലാണ്, പക്ഷെ കുറച്ചുകൂടി സ്റ്റേബിളാണ്. എന്നാൽ എന്റെ കൺട്രോളിലല്ലാത്തൊരു കാര്യമായിട്ടും കാണാം. ചോദ്യം എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് എക്സ്റ്റേണൽ, അൺകൺട്രോളബിൾ, ഒരു പക്ഷേ അൺസ്റ്റേബിൾ. അതെ. ഈ നോട്ടുകളിൽ പറയുന്നുണ്ട് ഈ തരംതിരിക്കൽ പ്രധാനമാണെന്ന്. കാരണം അത് നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയെയും അടുത്ത സ്റ്റെപ്പിനെയുമൊക്കെ സ്വാധീനിക്കും. തീർച്ചയായും. പ്രത്യേകിച്ച് ഈ എഡ്യൂക്കേഷൻ ഫീൽഡിലൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കുട്ടി തോൽക്കുമ്പോൾ എനിക്ക് കഴിവില്ല എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഞാൻ വേണ്ടത്ര ശ്രമിച്ചില്ല എന്ന് ചിന്തിക്കുന്നത് ആ കുട്ടിയെ വീണ്ടും ശ്രമിക്കാൻ പ്രേരിപ്പിക്കും. കാരണം പരിശ്രമം കൺട്രോളബിളും അൺസ്റ്റേബിളുമാണ്. ശരിയാണ്. പക്ഷേ നമ്മളെപ്പോഴും ഇത്ര ലോജിക്കലായിട്ടാണോ ഈ കാരണങ്ങൾ കണ്ടെത്തുന്നത്? ഈ നോട്ടുകളിൽ തന്നെ ചില എറേഴ്സ്, ബയാസസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സാധാരണ സംഭവിക്കുന്ന ചില പിഴവുകൾ. ഉണ്ട്. അത് നമ്മുടെ ഈ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ എങ്ങനെയാ ബാധിക്കുന്നത്? ഉണ്ട്, തീർച്ചയായും. നമ്മൾ പലപ്പോഴും ചിന്തിക്കാൻ എളുപ്പവഴികൾ നോക്കും, മെന്റൽ ഷോർട്ട് കട്ട്സ്. അത് ചിലപ്പോൾ തെറ്റുകളിലേക്ക് നയിക്കും. നിങ്ങളുടെ നോട്ടുകളിൽ എടുത്തു പറയുന്ന ചില പ്രധാനപ്പെട്ട ബയസുകൾ ഇവയാണ്. 1. ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ, FAE. മറ്റൊരാളുടെ പെരുമാറ്റം കാണുമ്പോൾ നമ്മൾ പെട്ടെന്നത് അയാളുടെ സ്വഭാവം കൊണ്ടാണെന്ന് അങ്ങ് തീരുമാനിക്കും. സാഹചര്യത്തിന്റെ പങ്ക് അത്ര ഓർക്കില്ല. റോഡിൽ ഒരാൾ റാഷായി ഓടിച്ചാൽ അയാൾക്ക് ശ്രദ്ധയില്ലാന്ന് പറയും. അയാൾക്ക് എന്തെങ്കിലും എമർജൻസി ആണോ എന്നൊന്നും നമ്മൾ ആലോചിക്കില്ല. ശരിയാണ്. പക്ഷേ രസം എന്താന്ന് വെച്ചാല് നമ്മുടെ സ്വന്തം കാര്യം വരുമ്പോൾ നമ്മൾ തിരിച്ചും ചിന്തിക്കും. അതെ, അവിടെയാണ് അടുത്ത ബയസ് വരുന്നത്. അതാണല്ലേ ആക്ടർ ഒബ്സർവർ ബയസ്. കൃത്യം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആക്ടർ, നമ്മുടെ പെരുമാറ്റത്തിന് കാരണം സാഹചര്യങ്ങളാണെന്ന് നമ്മൾ പറയും. എന്നാൽ മറ്റൊരാൾ, നമ്മൾ ഒബ്സർവർ, അതേ കാര്യം ചെയ്യുമ്പോൾ അത് അയാളുടെ സ്വഭാവം കൊണ്ടാണെന്ന് നമ്മൾ പറയും. ഉദാഹരണത്തിന്, ഞാൻ ലേറ്റായാൽ ഭയങ്കര ട്രാഫിക്കായിരുന്നു. മറ്റൊരാൾ ലേറ്റായാൽ അയാൾക്ക് ഒരു സമയബോധവുമില്ല. അതെ അതെ, ഈ വ്യത്യാസം നിങ്ങളുടെ നോട്ടുകൾ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒന്നാണ് സെൽഫ് സെർവിംഗ് ബയസ്.
സ്വയം സേവന ചായ്വ്. ഇത് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു വഴിയാണ്. നമ്മൾ വിജയിക്കുമ്പോൾ അതിന്റെ കാരണം നമ്മളാണെന്ന് പറയും. നമ്മുടെ കഴിവ്, നമ്മുടെ പരിശ്രമം, ഇന്റേണൽ ഫാക്ടേഴ്സ്. ഓക്കേ. തോൽക്കുമ്പോഴോ കാരണം പുറത്താണെന്ന് പറയും. സാഹചര്യം ശരിയായില്ല, ഭാഗ്യം തുണച്ചില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ചില്ല. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ക്രിക്കറ്റ് ടീം ജയിക്കുമ്പോൾ ഞങ്ങൾ ഗംഭീരമായി കളിച്ചു, തോൽക്കുമ്പോൾ റെഫറി കളിപ്പിച്ചു, അല്ലെങ്കിൽ പിച്ച് മോശമായിരുന്നു. പെർഫെക്റ്റ് ഉദാഹരണം. ഇത് നമ്മുടെ സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനമൊക്കെ സംരക്ഷിക്കാൻ സഹായിക്കും. പക്ഷെ ചിലപ്പോ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് തടസ്സമായെന്നും വരാം. ഈ ബയസുകളൊക്കെ നിങ്ങളുടെ മെറ്റീരിയൽ പറയുന്ന പോലെ ജസ്റ്റ് വേൾഡ് ഹൈപ്പോത്തസിസ് എന്നൊരു വിശ്വാസവുമായി കണക്റ്റഡ് ആണ്. ജസ്റ്റ് വേൾഡ്, അതായത് ലോകം നീതിയുള്ള ഒരിടമാണ്, ആളുകൾക്ക് അവർ അർഹിക്കുന്നത് കിട്ടും എന്നൊരു ധാരണ. നല്ലവർക്ക് നല്ലതും ചീത്തവർക്ക് ചീത്തയും വരും. ഇത് നമുക്കൊരു സേഫ്റ്റി ഫീൽ തരും. ലോകം പ്രെഡിക്റ്റബിൾ ആണെന്നൊക്കെ തോന്നും. പക്ഷേ ഇതിന്റെ അപകടം എന്താണെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ വിക്ടിം ബ്ലെയിമിംഗിലേക്ക് നയിക്കും. ഇരയെ കുറ്റപ്പെടുത്തുന്നതിലേക്ക്. അതെ, അയാൾ അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ചിന്തിക്കുന്നത്. ശരിയാണ്. ഈ ആട്രിബ്യൂഷൻ ബയസുകളുമായി ചേർന്ന് വരുന്ന വേറൊരു കാര്യം കൂടി നോട്ടുകളിൽ കണ്ടു. സെൽഫ് ഹാൻഡിക്യാപ്പിംഗ്. സെൽഫ് ഹാൻഡിക്യാപ്പിംഗ്. തോൽക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുമ്പോൾ നമ്മൾ തന്നെ നമുക്കൊരു തടസ്സമുണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് തോറ്റാൽ ആ തടസ്സത്തെ പഴിചാരാം. അതെ, പരീക്ഷയ്ക്ക് തലേന്ന് രാത്രി മുഴുവൻ സിനിമ കണ്ടിരിക്കുക. എന്നിട്ട് തോറ്റാൽ പഠിക്കാൻ സമയം കിട്ടിയില്ല എന്ന് പറയാം. ജയിച്ചാലോ അത്രയൊക്കെ ഉഴപ്പിയിട്ടും ഞാൻ ജയിച്ചു എന്ന് പറയാം. ഒരു വിൻ വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ. അപ്പോ നമ്മൾ ഈ കാരണങ്ങൾ തേടുന്നതും അതിലെ ഈ പിഴവുകളുമൊക്കെ നമ്മുടെ സ്വയം അറിവിനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഉറപ്പായും. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. നമ്മളെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിലെ മറ്റൊരു പ്രധാന ആശയം നിങ്ങളുടെ നോട്ടിലെ 2.8.1 സോഷ്യൽ കമ്പാരിസൺ, സാമൂഹിക താരതമ്യം. ഫെസ്റ്റിംഗറുടെ തിയറി. അതെ, ലിയോൺ ഫെസ്റ്റിംഗർ. എന്തിനാണ് നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നത്? ഈ നോട്ടുകളിൽ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? ഫെസ്റ്റിംഗർ പറയുന്നത് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചുമൊക്കെ ഒരു ഉറപ്പ് വരുത്താൻ ഒരു ബേസിക് ഡ്രൈവ് ഉണ്ട് എന്നാണ്. ഓക്കെ. അത് മനസ്സിലാക്കാൻ കൃത്യമായിട്ടൊരളവുകോലില്ലെങ്കിൽ, ഇപ്പോ എന്റെ പാട്ട് കൊള്ളാമോ ഇല്ലയോ എന്നറിയാൻ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായും എന്തു ചെയ്യും? മറ്റുള്ളവരെ നോക്കും. അതെ, നമ്മൾ മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യും, പ്രത്യേകിച്ച് വസ്തുനിഷ്ഠമായ അളവുകോലുകൾ ഇല്ലാത്ത അവസ്ഥകളിൽ. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ താരതമ്യം കൂടുതൽ ചെയ്യുന്നത്? ഒന്ന്, ഈ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ് സ്റ്റാൻഡേർഡ്സ് ഇല്ലാത്തപ്പോ. രണ്ട്, നമുക്ക് നമ്മളെക്കുറിച്ചോ നമ്മുടെ സാഹചര്യത്തെക്കുറിച്ചോ ഒരു അനിശ്ചിതത്വം, ഒരു കൺഫ്യൂഷൻ ഉള്ളപ്പോൾ. ശരി. ആരുമായിട്ടാണ് നമ്മൾ സാധാരണ താരതമ്യം ചെയ്യുക? അതും പ്രധാനമാണല്ലോ. വളരെ പ്രധാനമാണ്. ഫെസ്റ്റിംഗർ പറയുന്നത് നമ്മൾ സാധാരണയായി നമ്മളുമായി എന്തെങ്കിലും കാര്യത്തിൽ സാമ്യമുള്ള ആളുകളുമായി സിമിലർ അതേഴ്സ് താരതമ്യം ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ്. ഓക്കെ. കഴിവുകളുടെ കാര്യത്തിൽ ചിലപ്പോൾ നമ്മളെക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടവരുമായി താരതമ്യം ചെയ്യാൻ തോന്നും. അപ്വേർഡ് കമ്പാരിസൺ. അത് നമ്മളെ ഇംപ്രൂവ് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്തേക്കാം. ചിലപ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടാൻ നമ്മളെക്കാൾ മോശം അവസ്ഥയിലുള്ളവരുമായി താരതമ്യം ചെയ്യും. ഡൗൺവാർഡ് കമ്പാരിസൺ. നമ്മൾ സ്ട്രെസ്സിലോ ടെൻഷനിലോ ഇരിക്കുമ്പോൾ ആരുമായി കൂട്ടുകൂടാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് ഷാക്ടറുടെ ഒരു പഠനം നോട്ടുകളിൽ പറയുന്നുണ്ടല്ലോ. ഷാക്ടറുടെ ആ ക്ലാസിക് സ്റ്റഡി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പുള്ളി കുറച്ച് സ്ത്രീകളെ ഒരു പരീക്ഷണത്തിന് വിളിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കുറച്ചു കഴിഞ്ഞ് ഇലക്ട്രിക് ഷോക്ക് കിട്ടും. ചിലരോട് പറഞ്ഞു നല്ല വേദനയുള്ള ഷോക്കായിരിക്കും, മറ്റു ചിലരോട് ചെറിയൊരു ഷോക്കേ ഉണ്ടാവും. അങ്ങനെ അവരിൽ ടെൻഷൻ ഉണ്ടാക്കി. എന്നിട്ട് ചോദിച്ചു, ഈ ഷോക്കിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ ഒറ്റയ്ക്കിരിക്കാനാണോ ഇഷ്ടം, അതോ നിങ്ങളെപ്പോലെ ഷോക്ക് കാത്തിരിക്കുന്ന മറ്റുള്ളവരുടെ കൂടെ ഇരിക്കാനാണോ ഇഷ്ടം? എന്തായിരുന്നു റിസൾട്ട്? നല്ല ഷോക്ക് കിട്ടും എന്ന് പേടിച്ചിരുന്ന, അതായത് കൂടുതൽ ടെൻഷനിലായിരുന്ന സ്ത്രീകൾ മറ്റുള്ളവരുടെ കൂടെ ഇരിക്കാൻ ഭയങ്കര താൽപര്യം കാണിച്ചു. ടെൻഷൻ കുറഞ്ഞവർക്ക് ആ താൽപര്യം അത്രയുണ്ടായിരുന്നില്ല. അപ്പോ മിസറി ലവ്സ് മിസറബിൾ കമ്പനി എന്ന് പറയുന്നത് ശരിയാണ്. ഒരു പരിധിവരെ അതെ. ഷാക്ടർ ഇതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് മറ്റുള്ളവരുമായി ആലോചിക്കാൻ. രണ്ട്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊരു വ്യക്തത കിട്ടാൻ. മറ്റുള്ളവരുടെ റിയാക്ഷൻസ് കാണുമ്പോൾ എനിക്ക് മാത്രമല്ല ഈ പേടി എന്നൊരു തോന്നൽ വരും. കോഗ്നിറ്റീവ് ക്ലാരിറ്റി. ശരി. മൂന്ന്,
വെറുതെ മറ്റുള്ളവരുമായി സംസാരിച്ചിരുന്ന് ആ ടെൻഷൻ കുറയ്ക്കാൻ, അഫിലിയേഷൻ വഴി ആങ്സൈറ്റി കുറയ്ക്കാൻ. അപ്പോ നമ്മുടെ ഈ സ്വയം അറിവ് എന്നത് മറ്റുള്ളവരുമായുള്ള താരതമ്യത്തിലൂടെയും ഇടപെടലുകളിലൂടെയും ഒരുപാട് രൂപപ്പെടുന്നുണ്ട്. തീർച്ചയായും അത് വളരെ സാമൂഹികമായ ഒരു പ്രോസസ് കൂടിയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കാരണങ്ങൾ കണ്ടെത്തുന്നു, ആട്രിബ്യൂഷൻ, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നു, സോഷ്യൽ കമ്പാരിസൺ. ഇനി നമ്മളെ അറിയുന്നതിലെ അടുത്തൊരു പ്രധാന ഏരിയയിലേക്ക് വരാം. നമ്മുടെ സ്വന്തം വികാരങ്ങളെ നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നു? നോയിങ് അവർ ഇമോഷൻസ്. ഇത് നിങ്ങളുടെ നോട്ടിലെ 2.8.2 ആണെന്ന് തോന്നുന്നു. അതെ, ഷാക്ടറിയുടെ നേരത്തെ പറഞ്ഞ ആ പഠനം ഇവിടെയും കണക്റ്റഡ് ആണ്. എങ്ങനെയാണത്? നമ്മുടെ ഉള്ളിലെ ഫീലിംഗ്സ്, അത് സന്തോഷമാണോ, ദേഷ്യമാണോ, പേടിയാണോ എന്നൊക്കെ നമ്മൾ എങ്ങനെയാ ലേബൽ ചെയ്യുന്നത്? ഷാക്ടറും സിംഗറും ചേർന്ന് ഡെവലപ്പ് ചെയ്ത 2 ഫാക്ടർ തിയറി ഓഫ് ഇമോഷൻ ഇവിടെ പ്രധാനമാണ്. 2 ഫാക്ടർ തിയറി. അതനുസരിച്ച് ഒരു ഇമോഷൻ ഉണ്ടാവാൻ 2 കാര്യങ്ങൾ വേണം. ഒന്ന് ഫിസിയോളജിക്കൽ എറൗസൽ, അതായത് ശരീരത്തിൽ എന്തെങ്കിലും മാറ്റം വരണം. ഹാർട്ട് ബീറ്റ് കൂടുക, വിയർക്കുക, വയറ്റിലൊരു ഉരുളൽ പോലെ. ഓക്കെ, ശാരീരികമായ ഒരു ഉത്തേജനം. അതെ. 2 കോഗ്നിറ്റീവ് ലേബൽ. ആ ശാരീരിക മാറ്റത്തിന് നമ്മളൊരു പേര് കൊടുക്കണം, ഒരു വ്യാഖ്യാനം നൽകണം. ആ, ഈ വ്യാഖ്യാനം നമ്മൾ എവിടെന്നാ എടുക്കുന്നത്? പലപ്പോഴും നമ്മുടെ ചുറ്റുപാടിൽ നിന്നും മറ്റുള്ളവരുടെ പ്രതികരണങ്ങളിൽ നിന്നുമൊക്കെയാണ്. അതായത് എന്റെ ഹൃദയം പടപടാ ഇടിക്കുന്നു. ഞാനൊരു ഹൊറർ സിനിമ കാണുമ്പോഴാണെങ്കിൽ ഞാൻ പറയും എനിക്ക് പേടിയായി. അതേ ഹൃദയമിടിപ്പ് ഒരു കോമഡി സിനിമ കാണുമ്പോഴാണെങ്കിൽ ആവേശം കൊണ്ടാണെന്ന് പറയും. കൃത്യം. ഒരേ ശാരീരിക അനുഭവം തന്നെ ഏത് സാഹചര്യത്തിലാണോ ഉണ്ടാകുന്നത് അതിനനുസരിച്ച് നമ്മൾ അതിനെ വ്യാഖ്യാനിച്ച് ഓരോ വികാരങ്ങളാക്കുന്നു. അപ്പോ നമ്മുടെ ഉള്ളിലെ കാര്യം പോലും നമ്മൾ ഡയറക്റ്റായിട്ടല്ല അറിയുന്നത്. അതെ, നമ്മുടെ ഉള്ളിലെ ഈ സിഗ്നലുകൾ എപ്പോഴും അത്ര ക്ലിയർ ആയിരിക്കില്ല. അവിടെയാണ് ഡാരൽ ബേമിന്റെ സെൽഫ് പെർസെപ്ഷൻ തിയറി വരുന്നത്. നിങ്ങളുടെ നോട്ടിലെ 2.8.3 ഈ തിയറിയാണ്. സെൽഫ് പെർസെപ്ഷൻ തിയറി. ബേം പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഈ സൂചനകൾ, ഇന്റേണൽ ക്യൂസ്, ഭയങ്കര വീക്ക് അല്ലെങ്കിൽ ആംബിഗ്യസ്, അതായത് അവ്യക്തം, അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ നമ്മുടെ സ്വന്തം പെരുമാറ്റം നോക്കും. ഞാൻ എന്തു ചെയ്യുന്നു? ഏത് സാഹചര്യത്തിലാണ് ഞാനത് ചെയ്യുന്നത്? എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ നമ്മുടെ മനോഭാവം എന്താണ്, നമ്മുടെ ഉള്ളിലെ അവസ്ഥ എന്താണെന്നൊക്കെ ഊഹിച്ചെടുക്കും. കൊള്ളാം. അതായത് എനിക്കെന്റെ ഉള്ളിനെക്കുറിച്ച് വലിയ പിടിയില്ലെങ്കിൽ ഞാൻ എന്റെ പ്രവൃത്തി നോക്കിയിട്ട് ഞാൻ ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ എന്റെ ഉള്ളിൽ ഇങ്ങനെയായിരിക്കും എന്ന് തീരുമാനിക്കുന്നു. അതെ, ഒരു പുറത്തുനിന്നുള്ള ആള് നമ്മളെ നോക്കി മനസ്സിലാക്കുന്ന പോലെ നമ്മൾ നമ്മളെ തന്നെ നോക്കി മനസ്സിലാക്കുന്നു. ഒരു ഉദാഹരണം പറയാമോ? നോട്ടുകളുണ്ടെന്ന് തോന്നുന്നു. നോട്ടിലെ ഉദാഹരണം തന്നെ പറയാം. ഞാൻ എപ്പോഴും ബ്രൗൺ ബ്രെഡാണ് കഴിക്കുന്നത്. കടയിൽ പോയാൽ അതാണ് വാങ്ങുന്നത്. വേറെ ആരും എന്നെ നിർബന്ധിച്ചിട്ടുമല്ല. അപ്പോ എനിക്ക് ബ്രൗൺ ബ്രെഡിനോടൊന്നൊരു താല്പര്യമുണ്ടായിരിക്കണം. ഓക്കെ, ഇവിടെ ആ താല്പര്യം നേരത്തെ ഉണ്ടായിരുന്നോന്ന് ഉറപ്പില്ല, പക്ഷെ എന്റെ പെരുമാറ്റം വെച്ച് ഞാൻ ആ മനോഭാവം ഊഹിച്ചെടുത്തു. അതെ, ഞാനിത് ചെയ്യുന്നതുകൊണ്ട് ഇതായിരിക്കണം എന്റെ ഇഷ്ടം എന്ന് അനുമാനിക്കുന്നു. ഈ സെൽഫ് പെർസെപ്ഷൻ തിയറിയും നേരത്തെ പറഞ്ഞ ഫെസ്റ്റിംഗറുടെ കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറിയും തമ്മിൽ എന്താണ് വ്യത്യാസം? രണ്ടും ഈ പെരുമാറ്റവും മനോഭാവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണല്ലോ. നല്ല ചോദ്യമാണ്. അത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ മെറ്റീരിയൽസ് ആ വ്യത്യാസം പറയുന്നുണ്ട്. പ്രധാന വ്യത്യാസം അത് വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ്. ഓക്കെ, നമുക്ക് ഓൾറെഡി സ്ട്രോങ് ആയൊരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവമുണ്ട്. പക്ഷേ നമ്മൾ അതിന് വിരുദ്ധമായി പെരുമാറുന്നു. അപ്പം നമുക്കൊരു മാനസിക അസ്വസ്ഥത, ഒരു ടെൻഷൻ, ഡിസൊണൻസ് ഉണ്ടാവും. ആ ടെൻഷൻ കുറയ്ക്കാൻ നമ്മൾ ഒന്നുകിൽ നമ്മുടെ മനോഭാവം മാറ്റാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിന് എന്തെങ്കിലും കാരണം കണ്ടെത്തി ന്യായീകരിക്കും. ശരി. അപ്പോ സെൽഫ് പെർസെപ്ഷനോ? സെൽഫ് പെർസെപ്ഷൻ തിയറി വരുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിലെ സൂചനകളോ അല്ലെങ്കിൽ ആ വിഷയത്തിലുള്ള നമ്മുടെ മുൻ മനോഭാവങ്ങളോ ഒക്കെ വളരെ വീക്ക് അല്ലെങ്കിൽ അവ്യക്തമായിരിക്കുമ്പോഴാണ്. അവിടെ ഒരു ടെൻഷന്റെ പ്രശ്നമില്ല. പകരം നമ്മൾ നമ്മുടെ പെരുമാറ്റത്തെ ഒരു ഡാറ്റ പോയിന്റായിട്ട് എടുക്കുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത്, അപ്പോ എന്റെ ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കാം എന്ന് നമ്മൾ അനുമാനിക്കുകയാണ്, ഇൻഫർ ചെയ്യുകയാണ്. അപ്പൊ ഡിസോണൻസ് ഒരു ടെൻഷൻ കുറയ്ക്കാനുള്ള പ്രോസസ്സാണ്. സെൽഫ് പെർസെപ്ഷൻ ഒരു ഇൻഫർമേഷൻ ഗ്യാതറിംഗ് പ്രോസസ് പോലെയാണോ? ഒരു തരത്തിൽ അങ്ങനെ പറയാം. ഡിസോണൻസ്
നിലവിലുള്ള ശക്തമായ മനോഭാവവും പെരുമാറ്റവും തമ്മിലുള്ള വൈരുദ്ധ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. സെൽഫ് പെർസെപ്ഷൻ പുതിയതോ അവ്യക്തമായതോ ആയ വിഷയങ്ങളിൽ പെരുമാറ്റത്തിൽ നിന്നും മനോഭാവം രൂപീകരിക്കുന്നതിനെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. വളരെ വ്യക്തമായി. അപ്പോ ഈ പഠന സാമഗ്രികളിലൂടെ നമ്മളിന്ന് കണ്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ഒരുപാട് വഴികൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ പ്രവൃത്തികൾക്ക് കാരണം കണ്ടെത്താൻ ശ്രമിക്കുന്നു, ആട്രിബ്യൂഷൻ. പക്ഷേ അതിൽ പലപ്പോഴും ചില ചിന്താപരമായ ചായ്വുകൾ, ബയസുകൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് ഉറപ്പില്ലാത്തപ്പോൾ നമ്മൾ മറ്റുള്ളവരെ നോക്കുന്നു, അവരുമായി താരതമ്യം ചെയ്യുന്നു, സോഷ്യൽ കമ്പാരിസൺ, പ്രത്യേകിച്ച് നമ്മളോട് സാമ്യമുള്ളവരെ. അതെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും അനുഭവങ്ങളുമായി എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. തീർച്ചയായും. ഇവിടെ ഒരു അവസാന ചിന്ത കൂടി പങ്കുവയ്ക്കാം ഈ ചർച്ചയുടെ വെളിച്ചത്തിൽ. നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സുകളൊക്കെ, ആട്രിബ്യൂഷനിലെ പിഴവുകൾ, നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്, നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് നമ്മളെ ഊഹിച്ചെടുക്കുന്നത്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ സെൽഫ് നോളജ്, സ്വയം അറിവ് എന്ന് പറയുന്നത് എത്രത്തോളം ഒബ്ജക്റ്റീവാണ്? നല്ല ചോദ്യം. അതോ ഈ ഞാൻ എന്ന ബോധം നമ്മൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നിർമ്മിച്ചെടുക്കുന്ന, വ്യാഖ്യാനിച്ചെടുക്കുന്ന ഒന്നാണോ? ഒരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് അല്ലെങ്കിൽ ഇൻഫേർഡ് റിയാലിറ്റിയാണോ? ഇത് നമ്മളെ സ്വയം വഞ്ചിക്കുന്നതിനെക്കുറിച്ചാണോ ഓർമ്മിപ്പിക്കുന്നത്? അതോ ഈ പ്രോസസ്സുകളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായാൽ നമ്മുടെ ചിന്തകളെയും പെരുമാറ്റങ്ങളെയും മനസ്സിലാക്കി നമുക്ക് വേണ്ട രീതിയിൽ നമ്മളെ തന്നെ മാറ്റിയെടുക്കാനുള്ള ഇന്റൻഷണൽ സെൽഫ് ചേഞ്ച് ഒരു സാധ്യത കൂടിയാണോ ഇത് തരുന്നത്? ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ വിഷയങ്ങളിലേക്കുള്ള ഈ ആഴത്തിലുള്ള ഒരു നോട്ടത്തിന് വളരെ നന്ദി. നിങ്ങൾ നൽകിയ ഈ മെറ്റീരിയൽസിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ കൂടുതൽ വ്യക്തമായി എന്ന് കരുതുന്നു. നന്ദി.